ഈ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബാങ്ക് വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മ. എന്തിനാണ് ഈ അമ്മ ബാങ്ക് വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അറിയോ? ബാങ്ക് കൊടുത്തിനാ? ഇല്ലമ്മേ. ബാങ്ക് കൊടുത്താ? ഇല്ലമ്മേ, ആയില്ല. എന്താ ബാങ്ക് കൊടുക്കാത്തെ? അതെന്തിനാ അമ്മ ബാങ്ക് കൊടുത്തു നോക്കണേ? അത് വിളക്കെത്തിക്കാനാടാ. വിളക്കെത്തിക്കാനോ? അതിന് വിളക്കും ബാങ്കും തമ്മിൽ എന്താ കണക്ഷൻ? എൻ്റെ അവിടെ അങ്ങനെയൊന്നുമില്ല. ഇല്ല. എടാ, ഞങ്ങൾ ഈ മലബാറിൽ ബാങ്ക് കൊടുത്താലാണ് വിളക്കെത്തിക്കുക. ബാങ്ക് ബാങ്ക് കൊടുത്തിട്ടോ? മലബാറിലെ മിക്ക ഹിന്ദു കുടുംബങ്ങളും ഇങ്ങനെ തന്നെയാണ്. അവർ ബാങ്ക് വിളിക്ക് വേണ്ടി കാത്തിരിക്കും. അവർ ആ സന്ധ്യക്കൊന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി. ബാങ്ക് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു വിളി മാത്രമല്ല, അത് ഒരുപാട് പേർക്ക് സമയം അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. എന്നിട്ടും ഈ ബാങ്കിനെ ഒരു ശല്യമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. എൻ്റെ നാടിനടുത്തൊരാളുണ്ട്, അദ്ദേഹം പരാതി കൊടുത്തു പള്ളിയിലെ ബാങ്ക് ശല്യമാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഇതേ ബാങ്കിൽ വിശ്വസിക്കുന്ന, ബാങ്കിന് വേണ്ടി വിളിച്ചാൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ടുന്നൊരു വിശ്വാസിയാണ് ഇങ്ങനെ പരാതി. എൻ്റെ നാട്ടിലൊരു അമ്പലമുണ്ട്, മല്ലാറാവ് അമ്പലം. അവിടെ നിന്നുള്ള രാവിലത്തെ പൂന്താനത്തിൻ്റെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? ആ പാട്ട് കേട്ടിട്ടാണ് പണ്ടൊക്കെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ സമയം നമുക്ക് മനസ്സിലാവുക. അമ്പലത്തിലെ പാട്ട്, പള്ളിയിലെ ബാങ്ക്, ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ പരസ്പര വിശ്വാസവും പരസ്പര സഹകരണമൊക്കെയാണ് ഒരു നല്ല മനുഷ്യരുടെ ലക്ഷണം. അവനവൻ്റെ വിശ്വാസത്തോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മറ്റു മതവിശ്വാസത്തോട് റെസ്പെക്റ്റ് ഉണ്ടാവും. മലബാറിൽ ഇത്തരം അനുഭവമുള്ള ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങളുണ്ടോ? നിങ്ങൾ ബാങ്ക് വിളിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ബാങ്ക് വിളി നിങ്ങളുടെ അടയാളമായിട്ട് വിളക്ക് കത്തിച്ചിരുന്ന ആളുകൾ. ഇതിലും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കൂ.